പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പുരോഹിതർ ഈ അതിരൂപതയെ തങ്ങളുടെ മർക്കട മുഷ്ടി കൊണ്ടും കുബുദ്ധി കൊണ്ടും വിശ്വാസികളെ ബന്ദികളാക്കി അവരുടെ പേരിൽ ഒരു പുതിയ സഭ പ്രഖ്യാപിക്കാനുള്ള പരിശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നതായി GC മീഡിയ മുൻപ് പറഞ്ഞിരുന്നുവല്ലോ. വിവിധ തലങ്ങളിലായി സിനഡിലെ അംഗങ്ങളായ ചില മെത്രാന്മാരുടെ ഒത്താശയോടുകൂടി ഈ വിമത പുരോഹിതർ നടത്തുന്ന ഗൂഢാലോചനയിൽ അവർക്ക് തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരു കാര്യം അതിരൂപതയുടെ ഇപ്പോഴത്തെ കൂരിയ ആണെന്നും GC മീഡിയ മുൻപ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ്, ഈ കൂരിയയെ മാറ്റുക എന്നുള്ള ലക്ഷ്യം സാധ്യമായെങ്കിൽ മാത്രമേ പുതിയ സഭ എന്ന ലക്ഷ്യം നേടുവാൻ അവർക്ക് സാധ്യമാവുകയുള്ളൂ. അതിനായി അവർ ഇപ്പോൾ അതിരൂപതയുടെ അനുദിന ഭരണം കൈയാളുന്ന മെത്രാപ്പൊലീത്തൻ വികാരിയുമായി ചേർന്ന് പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഫലം കാണുന്നില്ല എന്നുള്ള അവസ്ഥയിൽ കൂരിയാംഗങ്ങളെ പരമാവധി അപവാദം പ്രചരിപ്പിച്ചും അപമാനിതയാക്കിയും രാജിവെപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി തലയും വാലുമില്ലാത്ത ഊമക്കത്തുകളും മറ്റും അതിരൂപതയിലെ വിശ്വാസികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയിട്ടുമുണ്ട്. അത്തരത്തിലൊരു കത്താണ് ഇന്ന് GC മീഡിയ വിശ്വാസികളുടെ മുമ്പാകെ തുറന്നു കാട്ടുന്നത്. എഴുതിയ ആളിൻ്റെ പേര് വെച്ചുകൊണ്ട് അത് വ്യാജമാണോ അല്ലയോ എന്നുറപ്പിക്കുവാൻ പറ്റാത്ത വിധത്തിൽ മേൽവിലാസം ഒന്നുമില്ലാതെ സ്ഥലവും തീയതിയും ഇല്ലാതെ പടച്ചുവിട്ടിരിക്കുന്ന ഈ കത്ത് അവർ ലക്ഷ്യമിടുന്നത് അതിരൂപതയുടെ ചാൻസലർ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷി പുതുവാച്ചിനെയാണ്. കത്തിൻ്റെ ഇതിവൃത്തം 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണത്രേ. 2015 ജൂൺ മാസം 2-ാം വാരത്തിൽ ഫെഡറൽ ബാങ്കിൻ്റെ തൃക്കാക്കര ശാഖയിൽ ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ 5 കോടി രൂപയ്ക്ക് വേണ്ടി ലോണിന് അപേക്ഷിച്ചു എന്ന് അതിലേക്കായി അതിരൂപതയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഐക്കോ എന്ന സ്ഥാപനത്തിൻ്റെ ബോർഡ് റെസൊല്യൂഷൻ കൃത്രിമമായി ഉണ്ടാക്കിയെന്ന് ഒക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഐക്കോയുടെ സ്ഥാപകനായ ആൻഡോ ജോൺ എന്ന വ്യക്തിയുടെ പേരിലാണ് ഈ കത്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റും അതിരൂപതാ സ്ഥാപനങ്ങളുടെ കേന്ദ്ര ഓഫീസായ ഐക്കോയുടെ സ്ഥാപകനുമാണെന്നും ഈ കുറിപ്പിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുമുണ്ട്. കത്ത് കിട്ടിയ തൃക്കാക്കര ഫെഡറൽ ബാങ്കിൻ്റെ മാനേജർ ആൻഡോ ജോണിനെ ബന്ധപ്പെടുകയും ആൻഡോ ജോൺ ഈ കത്തിൻ്റെ ഒരു കോപ്പിയും ഐക്കോ ബോർഡ് റെസൊല്യൂഷൻ്റെ ഒരു കോപ്പിയും ഉടൻ തന്നെ ചോദിച്ചു വാങ്ങിയെന്നും അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്നു. ഞെട്ടലൊന്ന് മാറിയ ഉടനെ ആൻഡോ ജോൺ ഭാരതമാതാ കോളേജിൻ്റെ മാനേജറായിരുന്ന ഫാദർ വർഗീസ് കാളംപറമ്പിനെയും തൃക്കാക്കര മൈനർ സെമിനാരിയുടെ റെക്ടറായിരുന്ന ഫാദർ ജോസ് കണിയാമ്പറമ്പിനെയും വിളിക്കുകയും അവരോട് ഈ കത്തിനെപ്പറ്റി പറയുകയും ചെയ്തത്രേ. കാരണം ഈ 2 സ്ഥാപനങ്ങളുടെയും വസ്തുക്കൾ ആണത്രേ ഈ ലോണിന് ഈടായി വച്ചിരിക്കുന്നത്. ഈ 2 വൈദികരും ആൻഡോ ജോൺ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ കൂടെ ഞെട്ടിയെന്നും കത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ആൻഡോ ജോൺ വെറുതെ ഇരുന്നില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായ അദ്ദേഹം ഉടൻ തന്നെ വിവരം അന്നത്തെ സഹായമിത്രനായ ബിഷപ്പ് സെബാസ്റ്റ്യൻ എടേന്ദ്രത്തിനെ അറിയിച്ചു. അങ്ങനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിയതായി കത്തിൽ പറയുന്നില്ല. എന്നാൽ അദ്ദേഹം പിന്നീട് ഈ വിവരം അന്ന് അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അറിയിച്ചതായി പറഞ്ഞത്രേ. അപ്പോൾ അതിരൂപതയുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്തുകൊണ്ട് അതിരൂപതയുടെ അധ്യക്ഷനെ ഇത്ര വലിയ ഇടപാടിനെ പറ്റി അറിയിച്ചില്ല എന്നുള്ളതിൽ ഈ കത്തിൻ്റെ സകല ജഗപുകയും അടങ്ങിയിരിക്കുന്നു എന്ന് ഇത് കേൾക്കുന്നവർക്ക് മനസ്സാവുന്നുണ്ടല്ലോ. അവിടെ തന്നെ ഈ കത്ത് 8 നിലയിൽ പൊട്ടുകയാണ്. അതുകൂടാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വിമത വൈദികർ കുത്തിപ്പൊക്കിയ കുപ്രസിദ്ധമായ ഭൂമി വിവാദം അന്വേഷിക്കുന്നതിനായി
ആദ്യം വൈദിക സമിതിയിലെ ബഹളത്തെ തുടർന്ന് ഈ വിഷയം ഉന്നയിച്ച ഏറ്റവും കൂടുതൽ ബഹളം വെച്ച ബെന്നി മാരാമ്പറമ്പിൽ എന്ന പുരോഹിത വേഷധാരിയോട് തന്നെ അതിരൂപത അധ്യക്ഷൻ, എന്നാൽ ബെന്നി അച്ഛൻ തന്നെ ഇത് അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് പറഞ്ഞിരുന്നു. അതാണ് പിന്നീട് ബെന്നി മാരാമ്പറമ്പിൽ കമ്മീഷൻ എന്ന പേരിൽ അതിരൂപതയ്ക്ക് 100 കോടി രൂപ നഷ്ടം വരുത്തി എന്ന് പറഞ്ഞ് കാലാവധി അവസാനിക്കുന്നതിന് 1 മാസം മുമ്പേ ചുട്ടെടുത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പിയ കുപ്രസിദ്ധ കമ്മീഷൻ റിപ്പോർട്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് ദ്രുതഗതിയിൽ പുറത്തു വിടേണ്ടതിനായി തെളിവെടുപ്പ് നടന്നപ്പോൾ ഈ പറഞ്ഞ ആൻഡോ ജോൺ എന്തുകൊണ്ട് ഈ കമ്മീഷൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ ലോൺ അപേക്ഷയും ബോർഡ് റെസൊല്യൂഷനും ഒന്നും സമർപ്പിച്ചില്ല എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കണം. അതിരൂപതയുടെ അന്വേഷണം മാധ്യമങ്ങൾക്ക് സമർപ്പിച്ച് വൈദിക സമിതിയിൽ സമർപ്പിക്കാതെ ചാപ്പിള്ളയായിട്ട് മാറുകയും ഒടുവിൽ അതിൽ മെത്രാപ്പൊലീത്തായെ മാത്രം കുറ്റം പറയുന്ന ഭാഗങ്ങൾ കണ്ടശ പ്രസിദ്ധീകരിച്ച് അതിരൂപതയിൽ അശാന്തി പരത്തുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങളൊന്നും തങ്ങൾക്ക് അനുകൂലമായി പോകുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ആണല്ലോ വത്തിക്കാൻ്റെ നിർദ്ദേശപ്രകാരം ഇഞ്ചിയോടി കമ്മീഷൻ അഥവാ പ്രൊഫസർ ജോസഫ് ഇഞ്ചിയോടിയെ ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാനായി അന്നത്തെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ജേക്കബ് മനന്തോടത്ത് പിതാവ് നിയമിച്ചത്. അന്നും ഈ ലോൺ അപേക്ഷയും ബോർഡ് റെസൊല്യൂഷനൊന്നും എന്തുകൊണ്ട് ആൻഡോ ജോൺ പ്രൊഫസർ ജോസഫ് ഇഞ്ചിയോടി കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കാതിരുന്നത്? ദുരൂഹതകൾ അവിടെയും തീരുന്നില്ല. പ്രൊഫസർ ജോസഫ് ഇഞ്ചിയോടിയെ സഹായിക്കുവാനായി അതിരൂപതയിലെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പഠിക്കുവാനായി നിയമിതമായി KPMG കമ്മീഷൻ, KPMG എന്ന അന്താരാഷ്ട്ര ഓഡിറ്റിംഗ് കമ്പനി അന്വേഷണം നടത്തിയപ്പോൾ അവരുടെ മുമ്പിലും അതിരൂപതയുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നില്ല എന്ന ആൻഡോ ജോൺ ഇനിയെങ്കിലും ഈ അതിരൂപതയിലെ വിശ്വാസികളോട് തുറന്നു പറയണം. അതോ ഈ മാരാമ്പറമ്പിലും ഇഞ്ചിയോടിയും KPMGയും ഒക്കെ ഈ ആൻഡോ ജോണിൻ്റെ കൃത്രിമ സാങ്കല്പിക കഥകൾ കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ കണ്ടം വഴി ഓടിച്ചോ എന്നും ന്യായമായും സംശയിക്കാവുന്നതാണ്. ഇനി കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഐക്കോയുടെ ലോണുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ എന്ന് എല്ലാവരും അറിയേണ്ടതും ഉണ്ട്. അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അങ്കമാലി LF ആശുപത്രി ഒരു മെഡിക്കൽ കോളേജായി ഉയർത്തണം എന്നുള്ള പാരീഷ് കൗൺസിലിൻ്റെ നിർദ്ദേശം ഈ അതിരൂപതയിലെ കാനോനിക സമിതികൾ ആയ കൺസൾട്ടേഴ്സ് ഫോറവും ഫിനാൻസ് കൗൺസിലും ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി വിശദമായി പഠിക്കുവാൻ മാത്യു മണവാളൻ എന്ന പുരോഹിതനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ മാത്യു മണവാളൻ സമർപ്പിച്ച റിപ്പോർട്ട് പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്തുവാൻ അതിരൂപത പരിശ്രമിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ അതിരൂപതയുടെ അജപാലന കർമ്മങ്ങളുടെ ഭാഗമെന്നോണം പ്രവർത്തിക്കുന്ന ആതുര ശുശ്രൂഷ മേഖലയും കൂടുതൽ സംഭാവനകൾ നൽകുവാൻ അതിരൂപതയ്ക്ക് സാധിക്കുമെന്നുമൊക്കെയുള്ള റിപ്പോർട്ട് ഈ 2 സമിതികളുടെയും മിനിറ്റ്സ് ബുക്കിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ LF ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജായി ഉയർത്തുവാൻ 25 ഏക്കർ സ്ഥലം ക്യാമ്പസ് ആവശ്യത്തിനായി വേണം എന്നുള്ളത് കൊണ്ട് അങ്കമാലിക്കടുത്ത് മറ്റൂരിൽ ആ സ്ഥലം കണ്ടെത്തുകയും അത് അതിരൂപത ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങുകയും ചെയ്തു. ഇതെല്ലാം മെത്രാപ്പൊലീത്തായും 2 സഹായ മെത്രാന്മാരും അംഗങ്ങളായ അതിരൂപതയിലെ കാനോനിക സമിതികൾ ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനങ്ങളാണ്. ഈ ബാങ്ക് ലോൺ ക്രമാതീതമായി വളർന്നപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതേ കാനോനിക സമിതികൾ ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനമായിരുന്നു അതിരൂപതയുടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന 5 പ്ലോട്ടുകൾ
വിൽപ്പന നടത്തുക എന്ന്. അങ്ങനെ 3 ഏക്കറോളം വരുന്ന 5 പ്ലോട്ടുകൾ അതിരൂപതയുടെ കാനോനിക സമിതി ആലോചിച്ചുറപ്പിച്ച് വിൽപ്പന നടത്തിയതിനെ ആണ് വിമത വൈദികർ ഭൂമി വിവാദമായി വളർത്തി എടുത്തത് എന്നിതിനോടകം വിശ്വാസികൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുക. ഈ ഭൂമി വിൽപ്പനയിൽ അതിരൂപതയ്ക്ക് ലഭിക്കുവാനുണ്ടായിരുന്ന 13 കോടി രൂപ ലഭിക്കുന്നതിലേക്കായി പണം പൂർണ്ണമായും തന്നു തീരുന്നതുവരെ ഈടായി കോട്ടപ്പടിയിലും ദേവികുളത്തും കൊളാട്രൽ ഗ്യാരണ്ടി എന്ന നിലയിൽ വസ്തുക്കൾ അതിരൂപത എഴുതി വാങ്ങുക ഉണ്ടായി. ഇങ്ങനെ എഴുതി വാങ്ങുന്നതിന് ചിലവായ സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വേണ്ടിയാണ് അന്ന് അതിരൂപതയുടെ ഫിനാൻസ് മാനേജർ ആയിരുന്ന ബഹുമാനപ്പെട്ട ജോഷി പുതുവ അച്ഛൻ ഐക്കോയ്ക്ക് വേണ്ടി ലോണായി ഫെഡറൽ ബാങ്കിൽ നിന്ന് പണമെടുക്കുന്നതിനുള്ള നടപടികൾ നടത്തിയത്. അങ്ങനെ ലഭിക്കുവാനുള്ള 13 കോടി രൂപയ്ക്ക് അതിരൂപത ഈടായി എഴുതി വാങ്ങിയ 25 കോടി രൂപ വിലമതിച്ച ഭൂമി പിന്നീട് അതിൻ്റെ ഉടമസ്ഥൻ 32 കോടി രൂപയ്ക്ക് തിരിച്ചെടുത്തു കൊള്ളാമെന്ന് രേഖാമൂലം എഴുതി നൽകിയിട്ടും അതിരൂപത അത് ചെയ്യാതെ സ്വന്തം പേരിൽ കരമൊടുക്കി വസ്തു അതിരൂപതയുടെ ആസ്തിയായി മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ 3 ഏക്കർ ഭൂമി വിറ്റത് അതിരൂപതയ്ക്ക് ലാഭകരമായിട്ട് മാറി എന്ന് ഇതിനെപ്പറ്റി അന്വേഷിച്ച പോലീസ് റിപ്പോർട്ടിലും ഔദ്യോഗികമായി എഴുതിയിരിക്കുന്നു. ഇങ്ങനെ തികച്ചും നിയമപരമായിട്ടുള്ള അതിരൂപതയുടെ ആവശ്യത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട ജോഷി പുതുവ അച്ഛൻ നടത്തിയ ഔദ്യോഗികമായ ഇടപെടലാണ് തലയും വാലും മേൽവിലാസവും ഇല്ലാത്ത ആൻഡോ ജോണിൻ്റെ പേരിൽ വലിയൊരു തട്ടിപ്പിൻ്റെ കഥയായി ഗ്രൂപ്പുകളിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ മണ്ടന്മാരാക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി വിമത പുരോഹിത വേഷധാരികൾ കറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ GC മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളെല്ലാം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇനിയും ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ ഇവർ തന്നെ പടച്ചുവിടും. വിശ്വാസികൾ ജാഗ്രതയോടെ അതിനെയെല്ലാം നേരിടുക.